ജഗരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഗൈസ്, ഇന്നലത്തെ IPL മാച്ച് ലിറ്ററലി ഫയറായിരുന്നു. അതായത് RCBയും LSGയും തമ്മിലുള്ള ഈ ബാറ്റിൽ അവസാന ബോള് വരെ ടെൻഷൻ നിറച്ച മാച്ച് തന്നെയായിരുന്നു. റെയിൻ ഇൻറപ്ഷൻ കാരണം മാച്ച് 19 ഓവറായിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് 1% പോലും ഇന്നലെ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ടോസ് നേടി ഫീൽഡിംഗ് എടുത്ത RCBക്ക് തുടക്കത്തിൽ തന്നെ വലിയ ഷോക്ക് കൊടുത്തത് മിച്ചൽ മാർഷ് തന്നെയായിരുന്നു. മിച്ചൽ മാർഷ് ഇന്നലെ ഒരു ബീസ്റ്റ് മോഡാണ് പിടിച്ചിരുന്നത്. വെറും ബൗണ്ടറീസ് മാത്രം, അതായത് കൺട്രോൾഡ് അഗ്രഷൻ എന്താണെന്ന് കാണിച്ചു തന്നൊരു ഇന്നിങ്സ് ആയിരുന്നു അത്. 111 റൺസ്, അതും പ്രഷർ സിറ്റുവേഷനിൽ. RCB ബൗളേഴ്സ് ആരേനെയും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. പവർ പ്ലേ മുതൽ അറ്റാക്ക് മോഡ് പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പേസേഴ്സിനെതിരെ എന്താ പറയുക, സ്ട്രൈറ്റ് ഹിറ്റ്സ് അൺബിലീവബിളാണ്. പിന്നെ നിക്കോളാസ് പൂരൻ, മാർഷ് സെറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം പെർഫെക്റ്റായിട്ട് ഫിനിഷ് ചെയ്തത് നിക്കോളാസ് പൂരൻ തന്നെയാണ്. ഷോർട്ട് ബോൾസ്, സ്ലോവർ ബോൾസ് എല്ലാം ഗാലറിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മിഡിൽ ഓവറിൽ പൂരൻ നൽകിയ മൊമെൻറ്റമാണ് സ്കോർ 200 ക്രോസ് ചെയ്യാൻ പ്രധാന കാരണം. പിന്നെ ക്ലൈമാക്സിൽ ഋഷഭ് പന്തിൻ്റെ ഒരു ക്യാമിയോ കൂടി വന്നു. അവസാന ഓവറിൽ പന്ത് ടിപ്പിക്കൽ എന്താ പറയുക, ഒരു പന്ത് മാഡ്നസ് എന്നൊക്കെ പറയാം. ഒരു 10 ബോളിൽ 32 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. മാച്ച് ഫിനിഷ് കംപ്ലീറ്റ്ലി മാറ്റിയ ഇന്നിങ്സ്. RCB ബോളേഴ്സ് ഡെത്ത് ഓവേഴ്സിൽ ലൈൻ ആൻഡ് ലെങ്ത് ടോട്ടലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭുവനേശ്വർ കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഭുവിക്ക് ഇന്നത്തെ ഡേ അത്ര സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡ് നോർമലി അക്യുറേറ്റ് ബോളറാണ്. പക്ഷേ മാർഷ് അഗ്രസീവായി ബാറ്റിംഗ് കാരണം എന്താ പറയുക, ഒരു പ്രഷർ ക്ലിയർലി വിസിബിളായിരുന്നു. അതുപോലെ RCBയുടെ ഫീൽഡിങ്ങിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മാർഷിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് കോസ്റ്റ്ലി ആയി. അങ്ങനെ 213 റൺസിൻ്റെ ടാർഗറ്റ് ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയ RCBക്ക് തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലി ഡക്ക്. എൻറ്റയർ സ്റ്റേഡിയം മൊത്തം സൈലൻ്റായി. മുഹമ്മദ് ഷാമി എടുത്ത ആ വിക്കറ്റ് മാച്ച് മുഴുവൻ മൊമെൻ്റമാക്കി മാറ്റി. പിന്നെ പട്ടിദാറിൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ രജത് പട്ടിദാർ സറണ്ടർ ചെയ്തിട്ടില്ല. ക്വിക്ക് ബൗണ്ടറീസ്, സ്പിൻ അറ്റാക്ക് ഡോമിനേറ്റ്, അങ്ങനെ ഇന്നിങ്സ് റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു പട്ടിദാർ. 61 റൺസ് എടുത്ത പട്ടിദാർ ഒറ്റയ്ക്ക് മാച്ച് അലൈവാക്കി എന്ന് തന്നെ പറയാം. അതിനുശേഷം വന്ന ടിം ഡേവിഡ് ലിറ്ററലി മോൺസ്റ്റർ ഹിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 14-15 ഓവർ സമയത്ത് 6 കൊണ്ട് മാച്ച് വീണ്ടും RCBയുടെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് RCB ഈസി ആയിട്ട് ജയിക്കുമെന്ന പോലെ തോന്നിയിരുന്നു. പക്ഷേ ക്രൂഷ്യൽ സമയത്ത് ഷഹബാസ് അഹമ്മദ് ടിം ഡേവിഡിനെ ഔട്ടാക്കി. അതൊരു ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിൻ്റ് എന്ന് തന്നെ പറയാം. LSGയിലെ എന്താ പറയുക, പ്രിൻസി യാദവിൻ്റെ ബോളിംഗ് പ്രഷർ ഓവറിൽ ബ്രില്യൻ ബോളിംഗ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ RCB ടോപ്പ് ഓർഡർ കൊളാപ്സ് ചെയ്യുന്നതിലും ഒരു മേജർ റോളായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെ മുഹമ്മദ് ഷാമിയിലോട്ട് വരുമ്പോൾ ഷാമി എക്സ്പീരിയൻസ് ഉപയോഗിച്ച് പവർ പ്ലേയിൽ ഗെയിം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാച്ചിൻ്റെ ഒരു റിയൽ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാനായിട്ട് 2 മൊമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത് വിരാട് കോഹ്ലി ഡക്കായതും രണ്ടാമത് ടിം ഡേവിഡിൻ്റെ വിക്കറ്റുമാണ്. അവിടെ നിന്ന് മൊമെൻറ്റം കംപ്ലീറ്റ്ലി LSGയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഫൈനലി LSG ഹോം ഗ്രൗണ്ടിൽ അവരൊരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. RCB ഫൈറ്റ് ബാക്ക് ചെയ്തെങ്കിലും ഡെത്ത് ഓവേഴ്സിലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും മിച്ചൽ മാർഷ് ഇന്നത്തെ ഒരു ഹീറോ ആയതുകൊണ്ടും LSG വിജയിച്ചു. ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നത് മാച്ച് വിന്നിങ് മൊമെൻ്റ് ഏതാണ്? മാർഷിൻ്റെ സെഞ്ചുറി ആണോ അതോ ടിം ഡേവിഡിൻ്റെ വിക്കറ്റാണോ? ഏതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.